നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിക്ക് ഒപ്പമുണ്ട്. അവിടെ അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ്. MG രേണുക ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രേണുക, ഇപ്പോൾ എവിടെയാണ് പ്രധാനമന്ത്രി ഉള്ളത്? എൽദോ, പ്രധാനമന്ത്രി മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിനായി ആ ഉദ്ഘാടന ചടങ്ങുകൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിലേക്ക് എത്തിയതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ അയോധ്യാധാം ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി ഒരു ഉജ്ജ്വല പദ്ധതിയുടെ ഉപഭോക്താവിന്റെ വീട്ടിൽ പോവുകയും അവിടെ നിന്ന് ചായ കുടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷമാണ് അവിടെ നിന്ന് ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിനായി എത്തിയിരിക്കുന്നത്. ഇവിടെ റെക്കോർഡ് വേഗത്തിൽ പണി പൂർത്തിയാക്കിയ ലോകോത്തര നിലവാരത്തിലുള്ള വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കേണ്ടത്. അതിനായാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ചടങ്ങുകൾ ആരംഭിക്കും. മറ്റ് ഈ അയോധ്യ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും UPയുടെ മറ്റ് വികസന പരിപാടികളുടെ പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി പ്രധാനമന്ത്രി ഇവിടെ തന്നെ നിർവഹിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി ഈ വേദിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും കരുതുന്നു. അദ്ദേഹം എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹം അവിടെ ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഇനി 22-ന് പ്രാൺപ്രതിഷ്ഠാ ചടങ്ങൊക്കെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി അവിടെ എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ചടങ്ങുകൾ അവിടെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20 മാസം കൊണ്ടാണ് ഈ എയർപോർട്ടിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് റെക്കോർഡ് വേഗത്തിൽ പണി പൂർത്തിയാക്കിയ എയർപോർട്ട് എന്ന നിലയിലാണ് പറയുന്നത്. നമുക്കറിയാം, രാമക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണമാണെങ്കിൽ പോലും അത് റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. 4 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയിരിക്കുന്നു. അതും ഇത്രയധികം സൗകര്യങ്ങളോടെ, അടിസ്ഥാന സൗകര്യങ്ങളോടെ, ഇത്രയധികം കൊത്തുപണികളോടെയും ഒക്കെ ആ റെക്കോർഡ് വേഗത്തിലാണ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കുന്നത്. സമാനമായ നിലയിൽ തന്നെയാണ് ഈ എയർപോർട്ടിന്റെ പണിയും പൂർത്തിയാക്കിയിരിക്കുന്നത്. 20 മാസം കൊണ്ട് റെക്കോർഡ് വേഗത്തിലാണ് ഈ എയർപോർട്ട് പ്രവർത്തന സജ്ജമാകുന്നത്. 10 ലക്ഷം യാത്രക്കാരെ ഒരു വർഷം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ അത്രയധികം സംവിധാനങ്ങളോടെയാണ് എയർപോർട്ട് ഒരുങ്ങുന്നത്. 2200 മീറ്റർ റൺവേ ആണ് ഈ എയർപോർട്ടിനുള്ളത്. 4 എയർക്രാഫ്റ്റുകൾക്ക് ഒരേ സമയം അവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉൾപ്പെടെയുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ഈ എയർപോർട്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ലോകത്തെവിടെയുള്ള ഒരു തീർത്ഥാടകനും അവിടേക്ക് അയോധ്യയിലേക്ക് എത്താൻ, രാമക്ഷേത്രത്തിലേക്ക് എത്താനുള്ള സൗകര്യം എന്ന നിലയിലാണ് എയർപോർട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോകത്ത് എവിടെ നിന്നും തീർത്ഥാടകരെ ആകർഷിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പുണ്യ നഗരമാക്കി അയോധ്യയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. അതിനുതകുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിനായി അവിടെ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന അദ്ദേഹം നിർവഹിക്കും. ഇപ്പോൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹം ആ ചടങ്ങിനായി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. എൽദോ, ശരി. ആ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അവിടുത്തെ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഉദ്ഘാടനം പ്രതീക്ഷിക്കണം എന്നുള്ളതും MG രേണുകയാണ് വിവരങ്ങൾ നൽകിക്കൊടുക്കുന്നത്. രേണുക, ഇത് വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നു എന്നുള്ള ഒരു കാര്യം, ഒപ്പം കോടികളുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള ഒരു സമയമായി തന്നെ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള
വലിയ ലക്ഷ്യവും അതിന് പിന്നിൽ. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി ഈ വിമാനത്താവള ഉദ്ഘാടനത്തിന് ശേഷം മറ്റ് പരിപാടികൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒപ്പം എന്തൊക്കെ മറ്റ് വികസന പ്രവർത്തനങ്ങളെ പറ്റിയായിരിക്കും ഇന്ന് പ്രഖ്യാപനം നടത്തുക? രേണുക, तो है ही सही, लेकिन अब हर लिहाज से वो महत्वपूर्ण बनती हुई नजर आ रही है. രേണുക, ഈ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് പ്രഖ്യാപനമുണ്ടാകും എന്നുള്ളതും ഉണ്ടല്ലോ. ഒപ്പം തന്നെ ഈ വിമാനത്താവളത്തിന്റെ വലിയ റെക്കോർഡ് വേഗത്തിലുള്ള നിർമ്മാണം, ഇതൊക്കെ വലിയ നേട്ടമായി ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ബി.ജെ.പിയും പ്രധാനമന്ത്രിയും എല്ലാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇനി മറ്റെന്തൊക്കെ പരിപാടികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക? എൽദോ, പ്രധാനമന്ത്രിക്ക് ഒരുപാട് ഉദ്ഘാടന പരിപാടികൾ ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന് ഒരു ടൈറ്റ് ഷെഡ്യൂൾ എന്ന് തന്നെ പറയാം. ആ നിലയിൽ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. 15,700 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം. ഒരു തിരുത്തുണ്ട് എൽദോ, ഇതിപ്പോൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം വിമാനത്താവള ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ലതാ മങ്കേഷ്കർ ചൌക്കിൽ അദ്ദേഹം ഇറങ്ങി അവിടെ ഒന്ന് സന്ദർശിച്ച് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നേരത്തെ ഉദ്ഘാടന ചടങ്ങിൽ എത്തി എന്നതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതിലൊരു തിരുത്തുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായി ഒരുക്കിയ വേദിയിലേക്ക് എത്തും. അതിന് മുൻപാണ് അദ്ദേഹം ഇവിടെ ഇറങ്ങി അവിടെ ഒന്ന് സന്ദർശിച്ച് മടങ്ങുന്നത്. വിമാനത്താവള ഉദ്ഘാടന ചടങ്ങിന് ശേഷം അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അദ്ദേഹം എത്ര നേരം സംസാരിക്കുന്നു, എന്തൊക്കെ പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ചില സമയങ്ങളിൽ ദീർഘമായി സംസാരിക്കാറുണ്ട്. അത്തരം സംസാരം അല്ലെങ്കിൽ അത്തരം ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ശരി, ലതാ മങ്കേഷ്കർ ചൌക്കിൽ സന്ദർശനം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. അല്പസമയത്തിനകം തന്നെ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ അത് തുടരുകയാണ്. നേരത്തെ മണിക്കൂറുകൾ നീണ്ട റോഡ് ഷോ നടന്നിരുന്നു. അതിൽ വലിയ ആവേശകരമായുള്ള സ്വീകരണം പ്രധാനമന്ത്രിക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ സമയക്രമങ്ങളൊക്കെ തെറ്റിയാണ് നിലവിൽ ഇപ്പോൾ പോകുന്നത്. എന്താണെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്.